ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഭരത? ഈ സുഖം ഗോവിന്ദ മാമയ്ക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. എന്ത് സുഖം? നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം, ഒരു വിമാനം പോലെ, ഒരു തിത്തിരി പക്ഷിയെ പോലെ. അറിയോ ഗോവിന്ദ മാമയ്ക്ക്, ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാർ ഇത് ഉപയോഗിക്കും. ഇത് മാത്രമല്ല, ചരസ്, ഭാങ്, സോമം, ഇതൊക്കെ. സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്നർത്ഥം ഇല്ലേ? പ്രസംഗം സിമ്പോസിയും മാത്രാച്ചാ, ഒരു ഈച്ച പോലും 4 കാശ് തരില്ല. കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. എന്താ സംഗതി ഒന്ന് ഉഷാറായിക്കോട്ടെ. നമുക്ക് യേശുദാസിന്റെ ഗാനമേള അങ്ങോട്ട് വെച്ചാലോ? നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ. തമ്പുരെടുത്ത് നിന്റെ പുറകെ വരും യേശു. എന്നാ കലാഭവൻ നാളെ കൊണ്ടുവന്നൊരു മിമിക്രി ആവാം. വല്ല കഥകളിയോ കഥാപ്രസംഗമോ ആവും നല്ലത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ ജോത്സ്യരെ? എന്നാ പിന്നെ നമുക്ക് PT ഉഷ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. ഒരു വെടിക്കെട്ടാ നല്ലത്. വെടിക്കെട്ടോ? ഇതെന്താ വായനശാലയിൽ പൂരാ? വെടിക്കെട്ട് എന്തിനൊരു ഐശ്വര്യല്ലേ ഗോവാൻ? വെടിക്കെട്ട് ഏതായാലും വേണ്ട. വെടിക്കെട്ട് മതി, ഒരു ഗംഭീര വെടിക്കെട്ട്. ഞെട്ടണം നമ്മുടെ നാട്ടുകാർ. ഷാരടി മാഷേ, വെടിക്കെട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് തീരുമാനിക്കാൻ നീ ആരാ? ഞാൻ ഇതിന്റെ ട്രഷററാ. ട്രഷറല്ലേ? പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനൊന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി. ഇയാളുടെ അച്ഛനെന്താ പണ്ട് വലിയ വെടിക്കെട്ടുകാരനായിരുന്നു? വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി എന്ന് പറഞ്ഞാൽ തുണി കെട്ടണം, ഡോക്ടർ അടുത്തേക്ക് എടുക്കുക. കറണ്ട് പോയല്ലോ. നിന്റെ തല തല്ലി കീറിയിട്ട് നീ ഇവിടെ വന്നിരുന്ന് കഞ്ചാവടിച്ച് സൂയിക്കുക വെച്ചിട്ടുണ്ടാ നിനക്ക് ഞാൻ. വല്ലാണ്ട് പറ്റിട്ടുണ്ടോ ഗോവിന്ദ? 5 കുത്തിക്കെട്ട്, അത്രേ ഉള്ളൂ. ഇരുട്ടടിയായിരുന്നു ഗോവിന്ദ മാമ. ഇരുട്ടടിയേ, ഇരുട്ടടി. ഈ ജ്യോത്സ്യന്മാർക്കും വക്കീലന്മാർക്കും ഒക്കെ പതിവുള്ളതാണല്ലോ ഇരുട്ടടി. അറിയോ ഗോവിന്ദ മാമയ്ക്ക്, ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇരുട്ടടി ഔട്ട് ഓഫ് ഫാഷനാ. ഇരുട്ടടിക്ക് പകരം AK-47 അവർ ഉപയോഗിക്കുന്നത്. അതോടെ കാര്യം കഴിഞ്ഞു. ഈസി അപ്രോച്ച്. വലിച്ചു കയറ്റിക്കോ കഞ്ചാവ്. വേണമെങ്കിൽ ഇത്തിരി ബ്രാൻഡിയും കൂടെ വാങ്ങിച്ചു തരാം. എടോ, കീഴ്ക്കട ഈ തറവാട്ടിലാരും കള്ളും കഞ്ചാവും ഉപയോഗിച്ചിട്ടില്ല. നീയായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്ക് ഉണ്ടാക്കുകയും വേണ്ട. 2 പുകയെടുത്താ പിന്നെ നിനക്ക് കോഴി ഏതാ കോഴിക്കോട് ഏതാന്ന് ഒരു നിശ്ചയമില്ല. കഷ്ടം തന്നെ. വല്ലാണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് പെങ്ങളെ. ഇത്തിരി പൊടിയരിക്കഞ്ഞുണ്ടാക്കിത്താ. അസ്സലാമലൈക്കും. അമ്പലത്തിൽ പോയി വരണ വഴി ആ രാവുണ്ണിയാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം. ദുബായിന്ന് വരില്ല നിങ്ങളുടെ അനിയൻകുട്ടി വിശ്വനാഥൻ. അപ്പോഴേക്ക് ഇതിന്റെ പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെയാ ഗഫൂറെ ഞാൻ നിന്നോട് നന്ദി പറയാം? അല്ലോ, നന്ദി പടച്ചോനോട് പറയും ഷാരടി മാഷേ. ഇവിടെ കിടന്ന് നശിക്കുകയായിരുന്നു എൻ്റെ കുട്ടി. പടച്ചോന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാരുണ്യവും കൂടി ഉണ്ടായപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അല്ല ഷാരടി മാഷേ, നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കുണ്ട്. നാളെ തരം കഴിഞ്ഞ് ഇതിലേ വരാം. അങ്ങനെ ആയിക്കോട്ടെ. ഗഫൂറെ, വീടിന്റെ പാല് കാച്ച് കഴിയട്ടെ. അവന് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കൂടെ പിടിച്ചുകൊണ്ട് കൊടുക്കണം. നല്ലൊരു ശാരസ്യാര കുട്ടിയെ. മാഷ് പറഞ്ഞ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന് ഞാൻ.
പഴിച്ചത്? ആരാ ചതിച്ചത്? അറിയണോ? എനിക്ക് അറിയണം. അച്ഛനാണോ? അച്ഛൻ പെങ്ങളാണോ? എന്റെ ഭാഷയാണോ? അതോ ഈശ്വരന്മാരാണോ? മറ്റാരുമല്ല മീര, മറ്റാരുമല്ല. ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്നു നിന്നെ ചതിക്കുഴി കൊണ്ട് ചാടിച്ചത് ആ പിശാച, നിന്റെ മാഷ്, എന്റെ പെങ്ങടെ വയറ്റി പിറന്ന ഭരതനെന്ന ആ കാലഭൈരവൻ. മറക്കണം, നീ എല്ലാം മറക്കണം. പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഉരുപിടിച്ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം. മീര, ഒന്നിറങ്ങി വാ. കാര്യമായിട്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക്. നിന്റെ മാഷ വിളിക്കുന്നത്. വാ, ഒന്നിറങ്ങി വാ. യോഗ്യൻ, തറവാടി, ഇവനാണ് അച്ഛ. സ്വയം പുകഴ്ത്തല്ല ഗോവിന്ദാമേ, ഭരണി പൊട്ടിപ്പോ. എടോ, ഗോവിന്ദപ്പിഷാരടിയുടെ അച്ചാറെന്ന് പറഞ്ഞാ എന്താ നീ ഉദ്ദേശിക്കണത്? ഒരു കടുവാങ്ങാ മതി, ഏത് ഭീമസേന് 4 പറ അരിയുടെ ചോറുണ്ണും. നോക്കിക്കോ നീ, നാളെ ആമക്കുട്ടിയെ കാണാൻ വരുന്ന ചെക്കനും അവന്റെ ബന്ധുക്കളും നാളെ ബോധം കെട്ട് വീഴും ഈ അച്ചാറ് കഴിച്ചു. അപസ്മാരത്തിന്റെ നെയ്യത്തിരി കരുതേണ്ടി വരുമോ ഗോവിന്ദമാമേ? ബോധം കെട്ട് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കാൻ. എടി പരിഹസിക്കണ്ട നീയെ. നാളെ സദ്യ കഴിയുമ്പോ വിവരം മനസ്സിലാവും നിനക്ക്. ഏട്ടനെന്താ കുട്ടിയത്തെ കുറയ്ക്കണ പോലെ മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് ഉഷാറാവടോ ഭരത. നമ്മുടെ കുട്ടി നാളെത്തരം കഴിഞ്ഞാൽ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ. ഒന്ന് ഇളകി മറിയടോ താൻ. ആരാ പ്രഭാര ഇവരൊക്കെ? ഭാമയെ കാണാൻ വന്നവരാ. ഇതാ ചെറുക്കൻ, ഇതച്ഛൻ ശങ്കരൻകുട്ടി മാഷ്, ഇതാ മാമ, ഇത് ചെറിയച്ഛൻ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണേ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാ, വേണച്ച വല്ല സംസാരിക്ക, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ ശാരദി മാഷേ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാൻ തോന്നി എന്റെ മകന്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജസ്വാമികളോ? വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി. തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ? കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്.
ശ്രീപാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിതമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക് ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകനെ. പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. മാഷേ, അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. ഭരത, കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു മേലെ നീക്കണം നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ? വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ചാവണായിരുന്നു. നീ ഇതിനെ അങ്ങോട്ട് കൊല്ലണം. ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ. സമ്മതിക്കോ ഏട്ടനവളെ? ഇതെന്താ വെള്ളരിക്ക പട്ടണ? ആരോ കിണറ്റിലൂടെ ഇരിക്കണു. പ്രഭാകര, എന്താ അവിടെ ബഹളം? നമ്മുടെ കിണറ്റിൽ ആരോ വീടിരിക്കണു. അയ്യോ ഭഗവതി! കാല് തെറ്റി വീണായിരിക്കും അല്ലേ രാവണിയാര്? ആൾമറുള്ള കിണറ്റിൽ എങ്ങനെ കാലേറ്റ് വീഴാം? വിട്ടിത്തരം പറയാതിരിക്കുമോ? നീന്താൻ അറിയോ ഷാരടി മാഷിന്? ഗംഗാനദി നീന്തി കിടന്ന ആളല്ലേ, പിന്നെയാണോ ഇൽക്കി പൊട്ടക്കിണറ്? ഒരു കയറങ്ങിട്ട് കൊടുത്താൽ മതി, കേറിങ്ങ വരും. അപ്പനാവാ എവിടെ കയറെവിടെ? പോയി ഗോവിന്ദമാമേ, നമ്മുടെ കുട്ടി. ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ. അമ്മ പറഞ്ഞ പോലെ കിണറ്റിൽ ചാടിയവള്. ഇതാരായി നിക്കണെന്ന് കണ്ണു വീഴ്ച നോക്കു ഭരത. ഭാമ. അപ്പൊ ആരാ കിണറ്റിൽ ചാടിയേക്കണേ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരിങ്കണ്ണൂർ നാരായണ പിഷാരടി. എടാ വിദ്യാസുര, കഞ്ചാവ് ഒഴിച്ച കിണറ്റിൽ ചാടിയെന്നല്ല ചന്ദ്രനെ പോയി എന്ന് വരെ തോന്നും. ഇങ്ങോട്ട് കേറി വാ. നീ വച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ? ഇന്നോടെ ഏട്ടന്റെ കഞ്ചാവടി ഞാൻ അവസാനിപ്പിക്കും. മാഷേതാ പതുക്കെ സൂക്ഷിച്ചു. അതൊന്നും എടുക്കരുത്. ഇങ്ങോട്ട് തരാ. ഇങ്ങോട്ട് തരാൻ.
ചങ്ങലക്കിടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ, അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാട ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കയറ്റിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ. കഞ്ചാവ് വലിക്കുകയോ? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് ഈ വയ്യായ തുടങ്ങിയത്? ഗോവിന്ദ മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായൊരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോവിന്ദ മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്. കാണാൻ വയ്യാത്തൊരു എഴുത്താണി കൊണ്ട് കരലിലാരോ കോറി വരയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്പീശൻ? അതാ ഇപ്പൊ എന്റെ അവസ്ഥ. പഠിക്കാൻ വയ്യ, പഠിപ്പിക്കാൻ വയ്യ, ഉണ്ണാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ആകെ തകിടം മറിഞ്ഞു പോകുന്ന നമ്പീശ. ഞാൻ രക്ഷിക്കില്ല എന്നെ. അപൂർവം കാണാറുള്ള ഒരു ചിത്തഭ്രമത്തിന്റെ തുടക്കായത്. അറിവ് അധികമായി പോയാലും എടുക്കൂലോ ഷാരുടെ ഈ ഭ്രാന്ത്. നിങ്ങൾക്ക് പറ്റിയതാടാ. മസ്തിഷ്കത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം ലോഡ് കയറ്റി. 4 ആള് കയറുന്ന തോണിയില് 100 ആള് കയറിയ മുങ്ങാണ്ടിരിക്കുവോ? 5-6 മാസം പഥ്യത്തോടെ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക, ഭേദാവും. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണോ നമ്പീശ? പാടില്ല. ഇപ്പൊ അതിനെ പറ്റി ഒരു മാനസിക അന്തരീക്ഷമല്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെക്കുന്നതാ ഉത്തമം. എന്നെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട് നമ്പീശ. അവരെയൊക്കെ വേദനിപ്പിച്ച് അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഈ നാട് വിടും ഞാൻ, ഉറപ്പാ. ഏയ്, തുടയ്ക്ക് തുമ്പപ്പൂവേ ഈ കണ്ണീര്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നും ഇല്ലാന്നേ, ഒന്നും. ഒരു പാളം തെറ്റല്, ഇടയ്ക്കൊരു സ്കിഡിങ്. എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ? Ha